എല്ലാവർക്കും നിഷ്മീസ് കറിവേലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ്. അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോൾ ഒരുപാട് അഴുക്ക് പിടിക്കുന്ന കോളറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് കഴുകേണ്ടതായിട്ട് വരാറുണ്ടല്ലേ. ഇനി നമുക്ക് കൈ പോലും തൊടാതെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കൂടെ തന്നെ വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണി കഴുകി കഴിഞ്ഞാൽ കെട്ട് പിണഞ്ഞിട്ട് തുണി വല്ലാണ്ട് നമുക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഇതൊക്കെ മാറ്റിയെടുക്കാനുള്ള കിടിലൻ ടിപ്പുകളാണ്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂ. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കൊക്കെ അറിയാം ഓറഞ്ചിന് നല്ല ഒരു മണമാണെന്നുള്ളതല്ലേ. നമ്മൾ വീട്ടിൽ ഓറഞ്ച് പൊളിക്കുന്ന സമയത്ത് നമ്മുടെ മുറി നിറച്ച് ആ ഓറഞ്ചിൻ്റെ സ്മെല്ല് വരുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടിപ്പ് ചെയ്യുന്നത് ഈ ഓറഞ്ചിൻ്റെ തോല് ഉപയോഗിച്ചിട്ട് നല്ല ഒരു ലിക്വിഡാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു ലിക്വിഡ് നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിൽ തുണിയിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തുണിക്ക് നല്ലൊരു മണം കിട്ടും കേട്ടോ. അതിനായിട്ട് നമുക്കിത് ഇതുപോലെ വെറുതെ കളയുന്ന കുറച്ച് ഓറഞ്ചിൻ്റെ തോല് കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റ് എങ്കിലും ആ ഒരു വെള്ളത്തിൽ കിടന്ന് ഈ ഓറഞ്ചിൻ്റെ തോലൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പം മാത്രമാണ് ആ ഓറഞ്ചിനുള്ളിലുള്ള സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡായിട്ട് നമുക്ക് ആ ഒരു വെള്ളം കിട്ടും. ഈ ഒരു വെള്ളം നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിൽ അവസാനം നമ്മൾ തുണിയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തുണിക്ക് നല്ല ഓറഞ്ചിൻ്റെ ഒരു മണമുണ്ടായിരിക്കും. ഈ ഒരു ലിക്വിഡിൻ്റെ മുമ്പിൽ നമ്മുടെ വില കൂടിയ ഫാബ്രിക് കണ്ടീഷണറൊക്കെ ശരിക്കും തോറ്റുപോകും കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ തുണി ഉണക്കി കഴിഞ്ഞിട്ട് കിട്ടുമ്പോഴും. പിന്നെ ഈ ഒരു വെള്ളം നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് ഒഴിക്കുമ്പം നല്ലതുപോലെ തണുത്തതിന് ശേഷം അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഓറഞ്ചിൻ്റെ തൊണ്ടൊക്കെ വാഷിംഗ് മെഷീനിൽ ഹോൾസിലൊക്കെ വന്നിട്ട് അടയാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ അടുത്ത ടിപ്പ്, നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി കഴുകി കഴിഞ്ഞാൽ ഇതുപോലെ തുണികളെല്ലാം കൂടെ കെട്ട് പിണഞ്ഞിട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാറുണ്ടല്ലേ. മിക്കവാറും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത്. അപ്പം ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കൂ. ഇനി ഒരിക്കലും നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി കഴുകിയാൽ ഇതുപോലെ കെട്ട് പിണഞ്ഞ് കിടക്കുകയില്ല. അതിനായിട്ട് ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സ് ലാസ്റ്റിലിട്ടൊന്ന് വാഷ് ചെയ്ത് നോക്കൂ. നമ്മുടെ തുണികൾ ഒന്നിനൊന്നോട് കെട്ട് പിണഞ്ഞിരിക്കുകയില്ല. ഒപ്പം തന്നെ തുണി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒട്ടും തന്നെ നൂല് പൊങ്ങുന്ന പ്രോബ്ലം ഒന്നും വാഷിംഗ് മെഷീനിൽ കഴുകിയെടുത്താൽ ഉണ്ടാകുകയില്ല. ഈ ഒരു ടിപ്പ് അറിഞ്ഞിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കില്ലല്ലോ. ഇപ്പം നോക്കിയാൽ നമ്മുടെ വാഷിംഗ് മെഷീനുള്ളിൽ തുണികൾ ഒന്നിനൊന്നോട് കെട്ടിപ്പിണയാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ തുണി നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുമുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അടുത്ത പ്രാവശ്യം വാഷിംഗ് മെഷീനിൽ തുണി കഴുകുന്ന സമയത്ത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. മിക്ക ആളുകളും വാഷിംഗ് മെഷീനുള്ളിൽ വെച്ച് തുണി കഴുകാനായിട്ട് മടിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതുപോലെ ഷർട്ടിൻ്റെ കോളറിൻ്റെയൊക്കെ ഭാഗത്ത് വരുന്ന അഴുക്കുകൾ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് കഴുകേണ്ടതായിട്ട് വരാറുണ്ട്. ഡയറക്റ്റ് നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കിട്ടാറില്ല അല്ലേ. ഇനി അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതിനായിട്ട് ഇതുപോലെ കുറച്ച് അലൂമിനിയം ഫോയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഈ ഒരു വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടൊന്ന് കഴുകി നോക്കൂ. നല്ല ക്ലീനായിട്ട് നമ്മുടെ ഷർട്ടൊക്കെ വൃത്തിയായിട്ട് തന്നെ കിട്ടും. ചിലർക്കെങ്കിലും സംശയം തോന്നാം, അലൂമിനിയം ഫോയിൽസ് നമ്മൾ ഷർട്ടിലിട്ടിട്ട് ഇങ്ങനെ വാഷ് ചെയ്യുന്ന ടൈമിൽ ഷർട്ടിനുള്ളിൽ നിന്ന് നൂലൊക്കെ പൊങ്ങി വരുമോ എന്ന്. ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇതുപോലെ നമ്മൾ ഷർട്ട് കഴുകുന്ന സമയത്ത് 1-2 പീസ് അലൂമിനിയം ബോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വാഷിംഗ് പൗഡർ ചേർത്ത് കഴുകിയെടുക്കുകയാണെങ്കിൽ ഷർട്ടിൻ്റെ കോളറിലൊക്കെയുള്ള അഴുക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഇനി നമുക്ക് വെറുതെ കളയുന്ന ഓറഞ്ചിൻ്റെ തോൽ ഉപയോഗിച്ചിട്ടുള്ള 1-2 ടിപ്പുകൾ കൂടി കണ്ടു നോക്കാം. ആദ്യത്തെ ടിപ്പ് വന്നിട്ട് നമ്മൾ വെറുതെ കളയുന്ന ഈ ഓറഞ്ചിൻ്റെ തോലിനുള്ളിൽ ഓറഞ്ചിനേക്കാളും കൂടുതൽ സത്തുക്കളുണ്ട്. കാൽസ്യവും മഗ്നീഷ്യവും ആൻറ്റി ഓക്സിഡൻറ്റുകളും വളരെ കൂടുതൽ ഓറഞ്ചിൻ്റെ തോലിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പല ഫുഡ് ഐറ്റംസിലും ഓറഞ്ചിൻ്റെ തോല് യൂസ് ചെയ്യാറുണ്ട്. കേക്ക് നിർമ്മിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ സാലഡുകൾ തയ്യാറാക്കുന്ന ടൈമിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് ഓറഞ്ചിൻ്റെ തോല് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന കുറച്ച് തൈരിനുള്ളിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ഒരു ബെനിഫിറ്റാണ് കേട്ടോ. പെട്ടെന്ന് ഡൈജഷനെയൊക്കെ സഹായിക്കും.
അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ കുറച്ച് തൈരിനുള്ളിൽ ഓറഞ്ചിൻ്റെ തോലിട്ടിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തോല് ഉപയോഗിച്ചിട്ട് നല്ലൊരു ക്യാൻഡിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഡിന്നർ ടൈമിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ വീട്ടിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ട്. അതിനായിട്ട് നമ്മൾ ഓറഞ്ച് ഇതുപോലെ ഒന്ന് സെൻട്രൽ കൂടെ ഒന്ന് മുറിച്ചെടുക്കണം. അതിനുശേഷം ഇതിനുള്ളിൽ തന്നെ ഒരു ചെറിയ നാരുണ്ട് കേട്ടോ, അത് ഉള്ളിൽ നിൽക്കത്തക്ക രീതിയിൽ ശ്രദ്ധയോടുകൂടി തന്നെ ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ള അല്ലി ഇങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. ഇനി ഈ ഒരു നാരിന് കുറച്ച് വെള്ളത്തിൻ്റെ നനവുണ്ടാവും. അപ്പോൾ നമുക്ക് തിരിയായിട്ട് കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തുടച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്യാൻഡിലായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാനും കൊതുകിനെ ഓടിക്കാനും ഒക്കെ ഇത് നല്ലൊരു ക്യാൻഡിലാണ് കേട്ടോ. കുറച്ച് കൂടുതൽ സമയം കത്തണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തിരി കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തതെല്ലാം വളരെ കുഞ്ഞു ടിപ്പുകളാണെങ്കിലും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ടിപ്പുകൾ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഞാൻ ആ ടിപ്പുകൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരിലേക്കും എത്തി നല്ല കമൻറ്റ്സും ലൈക്കും ഒക്കെ കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതുപോലെ പുതിയ വീഡിയോസുകൾ എടുക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈമിൽ കിട്ടുകയുള്ളൂ. Thanks for watching my channel.